ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. കർക്കിടക മാസാചരണത്തിൽ ദേഹബലത്തിന് പ്രാധാന്യമേകി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ച് തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്ര ഉപദേശക സമിതി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഔഷധക്കഞ്ഞി വിതരണവും നടത്തിയത്. ധന്വന്തരി ആയുർവേദ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരായ KP അരുൺ കൈമൾ, അഹന ശിവാനന്ദ് എന്നിവർ ക്യാമ്പ് നയിച്ചു. തിരുവില്ലാമല ദേവസ്വം ബിൽഡിംഗിൽ വെച്ചാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ഷേത്രാങ്കണത്തിലെ സ്റ്റേജിൽ വെച്ച് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. ദർശനവും അതിനോടനുബന്ധിച്ചുള്ള ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം ഇന്ന് കേരളക്കരയിൽ ആകമാനം തന്നെ പ്രസിദ്ധമാണ്. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മിഥുനമാസം കഴിഞ്ഞ് പൊട്ടിയും മക്കളെയും കളഞ്ഞ് ശ്രീ ഭഗവതിയെ കുടിയിരുത്തി പോയ കാർഷിക കേരളത്തിൻ്റെ സ്മൃതികൾ ഇരമ്പുന്ന കൃഷിക്കാരുടെ, കർഷക ജനതയുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. കർഷകരെല്ലാം ആ കാർഷിക സമൃദ്ധിയിൽ നിന്ന് കള്ളക്കർക്കിടക മാസം എന്ന് വിളിക്കുന്ന കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ ശരീര ചികിത്സയ്ക്ക് വേണ്ടിയുള്ള, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കർക്കിടക മാസത്തെ കണക്കാക്കിയത്. എന്നാൽ വറുതിയുടെ കാലം എന്നും കർക്കിടക മാസത്തെ കാണാറുണ്ട്. കാരണം പോയ കാലഘട്ടങ്ങളിൽ കർഷക തൊഴിലാളികളുമെല്ലാം അത്യധ്വാനം ചെയ്താലും മിച്ചം വയ്ക്കാൻ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ കഞ്ഞിക്ക് വകയില്ലാത്ത, തൊരാതെ മഴ പെയ്യുന്ന ആ കർക്കിടക മാസത്തിൽ പണവുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനത, അവരുടെ അതിജീവനത്തിൻ്റെ ഒരു ചരിത്രം കൂടി ഈ കർക്കിടക മാസത്തിലുണ്ട്. നേരത്തെ സ്വാഗത പ്രത്യേകം സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നെല്ലുവായി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ആയുർവേദ ഡിസ്പെൻസറി, അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ കൈമളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഔഷധ സേവ. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AB ദിവാകരൻ അധ്യക്ഷനായിരുന്നു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ, നെല്ലുവായ ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, പറക്കോട്ടുകാവ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് മുരളി മേനോൻ, സെക്രട്ടറി K. ജയപ്രകാശ് കുമാർ, തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥം ക്ഷേത്രം മാനേജർ S. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര തിടപ്പിള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു ഔഷധക്കഞ്ഞി ക്ഷേത്രത്തിൽ വന്നെത്തിയ ഏവർക്കുമായി വിതരണം ചെയ്തത്. ക്ഷേത്രോപദേശക സമിതി അംഗം S. രാമചന്ദ്രൻ ഔഷധക്കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിലും ഔഷധക്കഞ്ഞി വിതരണത്തിലുമായി 100 കണക്കിന് പേരാണ് സന്നിഹിതരായിരുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചെറിയൊരു കാര്യം ആശംസ പറയുന്നതിന് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഒരു അറിവിലേക്ക് തന്നെ പക്ഷേ പറയാം. 45 വർഷം മുന്നേ ഞാൻ വില്വാദ്രിനാഥൻ്റെ അമ്പലത്തിൽ നിന്ന് വൗച്ചറിൽ 25 രൂപ ശമ്പളമായിട്ട്, അല്ലെങ്കിൽ ഒരു കൂലിയായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരാളാണ്. 45 വർഷം മുന്നേ. 45 വർഷത്തിന് ശേഷം ഭഗവാൻ എന്നെ ഇതേമാതിരിയുള്ള വിശിഷ്ട അതിഥികളോടുകൂടെ ഈ സ്റ്റേജിൽ ഇരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടിരിക്കുകയാണ്. അതിന് ഞാൻ ഭഗവാനോട് എപ്പോഴും നന്ദി പറയുന്നു. പേരറിയാത്ത നിരവധി വ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അതിപരിപാവനമായ ശ്രീ വില്വാദ്രിനാഥൻ്റെ തിരുസന്നിധിയിൽ വച്ച് അത്തരം പകർച്ചവ്യാധികളെ തടയുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള CCV ന്യൂസ് തിരുവല്ലോമല.